കൊല്ലത്ത് നിന്നും വീണ്ടും യാത്ര ആരംഭിച്ചു. ലക്ഷ്യം ആലപ്പുഴയാണെങ്കിലും അതിൻ്റെ ഇടയിലായിട്ട് ബീച്ചും അതേപോലെ ഹാർബറും ഒക്കെ ഉണ്ട്. നീണ്ടകര ഹാർബർ എന്നൊക്കെ ഒരു വലിയൊരു ഹാർബറാണ്. അപ്പം ഇവിടെ ഇപ്പം കൊല്ലത്ത് തന്നെ തങ്കശ്ശേരി എന്ന സ്ഥലത്ത് ഒരു കോട്ടയുണ്ട്. പഴയ ഒരു പോർച്ചുഗീസുകാരുടെ അവശേഷിക്കുന്ന ഒരു കോട്ടയാണ് ഫോർട്ട് തോമസ്, അതായത് സെൻറ്റ് തോമസ് ഫോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കോട്ടയാണ്. ആ കോട്ടയുടെ കവാടം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാവൽ നഗർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ, ഈ സ്ഥലത്തിൻ്റെ. അതായത് ഇതിപ്പം കൊല്ലം ടൗണിലോട്ട് തങ്കശ്ശേരിയിലോട്ട് വരുന്ന ഭാഗത്തുള്ള ചെറിയൊരു കമാനമാണത്. ആ കവാടത്തൂടെയാണ് കയറിയിട്ട് തങ്കശ്ശേരിയിലോട്ട് വരേണ്ടത്. തങ്കശ്ശേരിയിൽ കോട്ട ഇപ്പോൾ ഉള്ള പോർച്ചുഗീസുകാർ ഫൈനലായിട്ട് അവർ ഡച്ചുകാരൊക്കെ ഉപയോഗിച്ചാണെങ്കിലും അതിന് മുന്നേ ചൈനീസ് ട്രേഡ് നടന്നൊരു കോട്ടയാണ്, ഒരു സ്ഥലമാണ് തങ്കശ്ശേരി എന്നുള്ളത്. ഇതാണ് സെൻറ്റ് തോമസ് ഫോർട്ട്, അതായത് ഫോർട്ട് തോമസ് എന്നും അറിയപ്പെടും. ഈ കോട്ട പോർച്ചുഗീസുകാരുടെ കൈകൾ എത്തുന്നതിന് മുന്നേ തന്നെ ചൈനീസ് ട്രേഡിംഗ് ഇവിടെ നടന്നിരുന്നു. ആ സമയത്ത് ചൈനീസുകാരുടെ ഒരു ട്രേഡിംഗ് ബിസിനസ്സൊക്കെ നടന്ന ഒരു ഹബ്ബായിരുന്നു തങ്കശ്ശേരി എന്നുള്ള സ്ഥലവും. ഈ അന്ന് ആ കോട്ട ഇല്ലെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടയുടെ മേൽക്കൂരങ്ങളും ഒന്നും ഇല്ലെങ്കിലും ചുമര് ഒരുപാട് ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കല്ലും കാര്യങ്ങളൊക്കെ ആ പഴയ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിനെ ഒരു പുരാവസ്തുവിൻ്റെ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ കോട്ടയുടെ അടുത്തായിട്ട് അതിൻ്റെ രേഖകളോ അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്ന അറിവുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇത് തുടരരുത്, നശിപ്പിക്കരുത് എന്നുള്ള ബോർഡ് അവിടെ ഉണ്ടെങ്കിലും കോട്ടയെപ്പറ്റി ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഒരുപാട് നോക്കിയെങ്കിലും എനിക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ കല്ലൊക്കെ മെല്ലെ തടകി നോക്കി. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ 1500 കാലങ്ങൾക്ക് മുന്നേ ആ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. 1505 ആ കാലഘട്ടത്തിലാണ് ഈ ഫോർട്ട് ഇവിടെ പോർച്ചുഗീസുകാരുണ്ടാക്കിയത്. അതിനുശേഷം ഡച്ചുകാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊരു തടവറ പോലെയുണ്ട്, ഒരു ഗ്രിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ടൊരു കൊടിമരം പോലെ ഒരു പുതിയ എല്ലാം എന്നാ തോന്നുന്നത്, പഴയ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നീണ്ടകര ഹാർബറാണ് ലക്ഷ്യം. ഹാർബർ എത്തുന്നതിന് മുന്നേ തന്നെ ശക്തികുളങ്ങര ബീച്ചുണ്ട്. നല്ലൊരു ബീച്ചാണ്, ഒരു സൗന്ദര്യമുള്ള ചെറിയൊരു ബീച്ചാണെങ്കിലും അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ മനോഹരമാണ്. ശക്തികുളങ്ങരയിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അധികം ഇങ്ങനെ കാണുന്നത്. ഇവിടെ ചെറിയ നല്ല ഇരിക്കാൻ പറ്റും ചെറിയ സ്ഥലം കണ്ടപ്പോൾ ഇരുന്നതാണ് യാത്രയിൽ. നല്ലൊരു കടലിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീച്ചാണ്, കുഴിയാണ്, കല്ലുകെട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സുന്ദരമായ ഒരു ബീച്ച്, ചെറിയൊരു ബീച്ച്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നീണ്ടകര ഹാർബറിന് മുന്നേ ചെറിയൊരു ഹാർബറുണ്ട് അവിടെ, അത് ഇക്കരെ. അപ്പോൾ ഇക്കരെ കഴിഞ്ഞിട്ട് പാലം കടന്നിട്ട് വേണം അക്കരെ പോകാൻ വേണ്ടി. അപ്പം ആ ഹാർബറിലോട്ട് നമ്മൾ എത്തി നേരെ. അപ്പോൾ ഇത് ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ടെങ്കിലും മീനൊന്നും കാണാനില്ല, ബോട്ടുകളൊന്നും അത്യാവശ്യം കാണാനുമില്ല. പക്ഷേ ഒരുപാട് പേര് കുറച്ച് പേര് ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അവർ ഈ പറഞ്ഞത് ഇത് വളർത്താൻ വേണ്ടി വളർത്തുന്നു. അത് കടലിൽ നിന്ന് ഈ വലയിൽ കിട്ടുന്നതാ ക്ലാത്തി അല്ലേ? ക്ലാത്തി എന്ന് പറഞ്ഞ സാധനമാവില്ല, അത് ചെയ്യുന്നത് വളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ലോറികൾ കയറ്റിട്ടാണ് പോകുന്നതാ. ഈ വണ്ടികളിൽ കയറ്റു അതിനു വേണ്ടി വണ്ടികളൊക്കെ നല്ല മീനിന് വേണ്ടിയാണ്. മീനില്ല, മീൻ കുറവാ മെയിനായിട്ട് അതാണ്. കേട്ടില്ല, ഇതാണ് ക്ലാത്തി. അപ്പം ഈ വണ്ടികളൊക്കെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ക്ലാത്തി ഒരു ബോക്സിന് ഏകദേശം ഇത്രയും ബോക്സ് ഇങ്ങനെ നിറയെ സാധനം ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബോക്സിന് ഒരു 1000 രൂപയാണ് ഈ ബോക്സിന്. ഒരു 3-4 ബോട്ട് ഡെയിലി ഇതിനു വേണ്ടി മാത്രം പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കാണുമ്പോൾ നമുക്ക് ഏതുപോലെയാ മീൻ എന്ന് വെച്ചാൽ തിലോപ്പി പോലത്തെ ഒരു തരം ചെറിയൊരു മീൻ, കറുത്തൊരു മീനാണ്. ഇത് വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്.
വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കയറ്റി പോകുന്ന ഒരു മീനാണ് ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറേ അമ്മമാർ അവിടെ നിന്ന് ഒരു ജോലി ചെയ്യുന്നു. നേരെ അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് സംഗതി കമ്പനികൾക്ക് വേണ്ടി ഇവർ ജോലി ചെയ്യാം. ഇതിങ്ങനെ തോല് കളഞ്ഞിട്ട് എവിടത്തേക്കാ കമ്പനി കൊണ്ടുപോകണം. കമ്പനി കൊണ്ടു വൃത്തിയാക്കി കൊടുക്കുന്നു അല്ലേ? ഇത് ഇവിടെ പോയ ബോട്ടുകൾ കൊണ്ടുവന്നതാ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതിന് നേരെ നമുക്ക് പോകേണ്ടത് നീണ്ടകര ഹാർബറിലോട്ടാണ്. അത് വലിയൊരു പാലുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ നേരെ നീണ്ടകര ഹാർബർ എത്തി. ആ ഹാർബറിൽ വലിയ വലിയ ബോട്ടുകളൊക്കെ വന്ന് മീനിറക്കുന്ന സ്ഥലമാണ് നീണ്ടകര ഹാർബർ. അപ്പോൾ ഈ വലിയ ഒരു എന്താ പറയുക വലിയൊരു പാലാണ് നീണ്ടകര ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നത് ഹാർബർ, അതായത് ശക്തികുളങ്ങര ഹാർബറൊക്കെ ഒരു ഉള്ളിലാണെങ്കിലും ഇതിപ്പം മെയിൻ റോഡ് കയറി ഇനി പാലം കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നീണ്ടകര ഹാർബർ. പോലീസുകാരൊക്കെ പാലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പാലത്തിൻ്റെ സുരക്ഷയ്ക്കല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ചതാണ്. പക്ഷേ പാവങ്ങൾ എന്താ പറയുക നട്ടുവെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കാഴ്ചയായിട്ടാണ് അത് അനുഭവപ്പെട്ടത്. ആരായാലും നമ്മളിങ്ങനെ നട്ടുവെയിലത്തായാലും വെയിലില്ലെങ്കിൽ തണുപ്പായാലും AC വിട്ട് പോകുമ്പോൾ ഈ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യത്വപരമായിട്ട് അവർക്കൊക്കെ അതിൻ്റെ കുടയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ആ വെയിൽ കൊള്ളാത്ത രീതിയിലെങ്കിലും അവരെ നിർത്തേണ്ട ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കേണ്ട കാര്യമാണ്. AC പോകുമ്പോഴെങ്കിലും അത് എപ്പോഴെങ്കിലും ഒന്ന് തോന്നുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മാനുഷിക പരിഗണനയുള്ളൊരു മനുഷ്യത്വമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. നമ്മൾ നീണ്ടകര ഹാർബറിലോട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടാണ് ഹാർബർ വരുന്നത്. റോഡൊക്കെ ചെറിയ റോഡാണ്. സാധാരണ പൊതുവേ ഹാർബറിലോട്ട് നല്ല റോഡുകൾ ഉണ്ടാവാറുണ്ട്, അതിൻ്റെ റോഡ് തന്നെ. പക്ഷേ ഇവിടെ ഹാർബറിലോട്ട് കയറണമെങ്കിൽ 40 രൂപ പേയ്മെൻറ്റ് ചെയ്താലാണ് ഉള്ളോട്ടേക്ക് വരിക. ഒരാൾക്ക് കയറണമെങ്കിൽ പോലും 10 രൂപയാണ്. ഗവൺമെൻറ് ഹാർബർ ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു നിബന്ധനയാണ്. പക്ഷേ അതുപോലെ തന്നെ ഹാർബർ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരിട്ട് കണ്ട് അറിവുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഹാർബറിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിയും വെടിപ്പായിട്ടുണ്ട്. മീനൊക്കെ കുറേയൊക്കെ കഴിഞ്ഞ മട്ടുണ്ട്. കുറേ ആൾക്കാർ റീറ്റെയിലായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ അങ്ങോട്ട് ആൾക്കൂട്ടം കണ്ടപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ രസം കണ്ടത്. നല്ലൊരു യൂണിഫോമിൽ നല്ല ലെവലായിട്ട് ബോട്ടുകൾ വെച്ച് ഒരേ പെയിൻറ്റിങ്, നമ്മുടെ ബസ്സിനൊക്കെ ഉള്ള പോലെ തന്നെ ബോട്ടിനും ഉണ്ട് നീലയും ചുവപ്പൊക്കെ ചേർന്നിട്ടുള്ള പെയിൻറ്റിങ്. അത് നല്ലൊരു രസമാണ് ബോട്ട്. അപ്പോൾ ഇവിടെ ലേലം ചെയ്യാണ്. ഈ മീൻ 1000 രൂപ 1200 രൂപയ്ക്കൊക്കെയാണ് വിളിച്ചെടുക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ നോക്കുകയാണ്, ഇത്രയും നമുക്ക് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. കുറേ അമ്മച്ചിമാർ പറയും ഇത് നമുക്ക് കിട്ടുന്ന ഇത്രയാണ് ഒക്കെ, പക്ഷെ അവർക്ക് പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റാണ്. കാരണം മത്സ്യം കുറയുമ്പോഴാണ് അവർക്ക് ഈ പ്രശ്നം വരുന്നത്. അവിടുന്ന് നേരെ പുറത്തിറങ്ങിയപ്പോഴാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വല പിടിച്ച് കുലുക്കുന്ന കണ്ട്. അത് ചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഈ ചെറിയ മീനുകൾ വലയിൽ കുടുങ്ങിയിട്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെ അടിച്ചിട്ട് പുറത്തെടുത്ത് അതിനെ കുട്ടയിലോട്ട് ഇട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ അത് വലിയൊരു വിഷമമുള്ള സംഭവമാണ്. തിരിയലും കാര്യങ്ങളൊക്കെ വളരെ അധ്വാനമുള്ള പണിയാണ് ഈ മീൻ പിടുത്തവും മീനിനെ മാർക്കറ്റിലെത്തിക്കലൊക്കെ എന്നുള്ള കാര്യം നേരിട്ട് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. വലിയൊരു എന്താ പറയുക കേതലെന്നോ ചൂരാന്നോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെങ്ങനെ വിൽക്കുന്ന വെച്ചാൽ ഒരു ബോട്ട് നിറയുണ്ടെങ്കിൽ അവർ മുഴുവനായിട്ട് കൊണ്ടുവന്ന് വിൽക്കൂല. അവർക്ക് ആവശ്യമുള്ള സാധനം കുറച്ച് ലേലം ചെയ്ത് വിൽക്കുക എന്നുള്ള സമ്പ്രദായമാണ് അധിക ഹാർബറിലും കാണുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ കൊല്ലത്ത് കണ്ടതിനേക്കാൾ കിലോ എത്രയൊക്കെ വിൽക്കുന്നേ? 400 വെച്ചെടുത്ത്. അപ്പോൾ 600 വിൽക്കുമോ?
അളിയനാ? അളിയനും അമ്മാമനൊക്കെ ഉണ്ടല്ലേ? ആ അതെ അതെ. ചുണ്ട് നീണ്ടതായിരിക്കും. ഇത് വാളയുടെ ചുണ്ട് പോലെ. ടേസ്റ്റ് എങ്ങനെയാ? ആ തരണ്ടിതാ ചേട്ടൻ തരണ്ടി. ഓ നൈസ് അല്ലേ? അങ്ങനെ വീണ്ടും ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ പൊരിഞ്ഞ ലേലം വിളിയാണ്. ചൂരൊക്കെ ഇങ്ങനെ ഒരു കൊട്ട വെച്ചിട്ടാണ് ലേലം വിളിക്കുന്നത്. പക്ഷേ അസാധ്യ റേറ്റിലാണ് പോകുന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മുടെ ഗവൺമെൻറ് ഹാർബർ ഏറ്റെടുത്തതിന് ശേഷം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ള ഒരു സംശയമില്ല. ഈ ഹാർബറൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പോവുകയാണ്. ഈ ബോട്ടുകളിൽ നിന്ന് ഇറക്കുകയാണ് ചൂര. ബോട്ടുകളുടെ അടിയിലാണ് ടാങ്ക്. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ അനുവാദമൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് മീൻ സംരക്ഷിക്കുന്ന സ്ഥലമാണ്, മീൻ സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വാവ് നല്ല വെയിറ്റുള്ള ചൂരയാണ്. അടിപൊളി, എന്താ പറയുക, സംഭവം ഫ്രഷ്. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ വീട്ടിൽ പോകാത്തിടത്തോളം കാലം നമുക്കിത് വാങ്ങിയിട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളിലോട്ട് കയറി ബോട്ടിൻ്റെ ടാങ്കാണ്. ഇവിടെയാണ് മീൻ സംഭരിക്കുന്നത്. മീൻ പിടിച്ചിട്ടാകുമ്പോൾ അത് 10 ദിവസം ഇവർ ആഴക്കടലിൽ പോയിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഐസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. മീൻ ഇവിടെ സൂക്ഷിക്കും. തിരിച്ചു വരുമ്പോൾ മീനൊക്കെ നല്ല ഭദ്രമായി തിരിച്ചു വരും. അപ്പോഴത്തേക്കൊക്കെ മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുറമേ അറിയിക്കും. അതിൻ്റെ ഏജൻറ്റുമാർ അതിനെ വിൽപ്പന നടത്തും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് 10, 11, 12 പേര് 10 ദിവസത്തെ അധ്വാനാണ് ഇതൊക്കെ എന്നുള്ളതാണ് സത്യം. പക്ഷേ ചില സമയങ്ങളിലൊക്കെ അവർ തിരിച്ചു വരും. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ് നേരെ ഇനി നീണ്ടകര ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ആ വഴി അങ്ങനെ വിടാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിലിടാം. അടുത്ത ദിവസം നാളെ തന്നെ ഇടാം ബാക്കി. അപ്പോൾ ഇതേവരെ കണ്ട അഭിപ്രായം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക, കമൻറ്റിലൊക്കെ വരിക. സബ്സ്ക്രൈബ് ചെയ്തതിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ സി യു. അപ്പോൾ നല്ല അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാ മുന്നോട്ടുള്ള എനർജിയും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ. സി